ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു പയർ കുത്തിക്കാച്ചിയത് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് പയർ തലേദിവസം തന്നെ വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് പോട്ടിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ലിഡ് തുറന്നിട്ട് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പയറിൻ്റെ ഡബിൾ എമൗണ്ട് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത്. ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് പോട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ പ്രഷർ കുക്കർ പിന്നെ തീരെ ഉപയോഗിക്കാണ്ടാവും. കാരണം അത്ര എളുപ്പമാണ് ഇൻസ്റ്റൻറ്റ് പോട്ട്, പിന്നെ നല്ല സേഫും ആണ് കേട്ടോ. ഇനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ലിഡ് ക്ലോസ് ചെയ്യാം. ലിഡ് ലോക്കായിട്ടുണ്ട്. ഇനി നമ്മൾ സീലിംഗ് പൊസിഷനിലാണെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ ഞാൻ ലോ മോഡിൽ വെച്ചിട്ടാണ് പ്രഷർ കുക്ക് ചെയ്യുന്നത്. 6 മിനിറ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കീപ്പ് ഓൺ മോഡ് ഞാനിപ്പോൾ ഓഫ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓഫ് എന്ന് പറഞ്ഞിട്ട് വരും. ആ സമയത്ത് നമുക്ക് പ്രഷർ ഫുള്ളായിട്ട് റിലീസ് ചെയ്യണം. പ്രഷർ ഫുൾ പോയതിന് ശേഷം നമുക്ക് തുറക്കാം. ഞാൻ കാണിച്ചു തരാം. പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ കുത്തിക്കാശി എടുക്കുന്നതുകൊണ്ട് തന്നെ ഈ വെള്ളം ഉപയോഗിക്കുന്നില്ല കേട്ടോ. നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 8 ചെറിയുള്ളിയും ഒരു 3-4 വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം കേട്ടോ. ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 1.5 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതിവിടെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടാനായിട്ടാണ് കേട്ടോ ഇത് ചേർക്കുന്നത്. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യമുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് ചേർക്കുന്നത്. ഞാൻ നല്ല ഡ്രൈ ആക്കി എടുക്കാനാണ് പോണേ. നിങ്ങൾക്ക് ചാറ് കറി പോലെയാണ് ഇഷ്ടമെങ്കിൽ പയർ വേവിച്ച് വെള്ളം നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാഞ്ഞേ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. അവസാനമായിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. വീണ്ടും ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുത്തിക്കാച്ചിയ ഐറ്റംസായിട്ട് ചോറുണ്ടാനായിട്ട്. അപ്പോൾ ഈ പയർ മെഴുക്കുവരട്ടി ആണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അതിൻ്റെ കൂടെ മാങ്ങാ ചമ്മന്തിയും പിന്നെ ഒരു ഓംലെറ്റുമാണ്. നിങ്ങൾക്ക് എന്ത് കോമ്പിനേഷനാണ് ഇഷ്ടമെന്ന് പറയണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.